ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാവ് CK ജാനുവാണ് 24-നോടൊപ്പം ചേരുന്നത്. ജാനുച്ചി, അസോസിയേറ്റ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് PV അൻവറിന് കിട്ടിയൊരു പരിഗണന പോലും ഇപ്പോൾ നമുക്കറിയാം. CK ജാനു എന്നുള്ള പേര് കേരളത്തിലും രാജ്യത്തിലും എങ്ങനെയാണ് ഒരു കാലത്ത് ചർച്ചയായതെന്നുള്ളത്, എങ്ങനെ അത് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാം. ആ CK ജാനു എന്നുള്ള പോരാളിയെ പൂർണ്ണമായും അവഗണിക്കുന്ന തരത്തിലല്ലേ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്? അതെ, ഇപ്പോൾ ഞങ്ങൾ ശരിക്കും രണ്ട് പാർട്ടി ഒരുമിച്ചാണ് അസോസിയേറ്റ് മെമ്പറായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നത്. PB അൻവറിന്റെ പാർട്ടിയും ഞങ്ങളുടെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി. എന്നിട്ട് PB അൻവറിനെ അവർ പരിഗണിക്കുന്നു. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെ അവർ പരിഗണിച്ചില്ല. അത് ശരിക്കും രണ്ടു കൂട്ടരെ ഒരുമിച്ചെടുക്കുകയോ ഒരു കൂട്ടരെ പരിഗണിക്കുകയോ ഒരു കൂട്ടരെ അവഗണിക്കുകയും ചെയ്യുന്ന നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശരിക്കും ഇപ്പോൾ ഞങ്ങൾ ഏതായാലും 22-ാം തീയതി ഞങ്ങളുടെ മീറ്റിംഗ് ഞങ്ങൾ ആവശ്യപ്പെട്ട 2 സീറ്റാണ് ശരിക്കും. ഒന്ന് മാനന്തവാടി, 2 ബാലുശ്ശേരി സീറ്റും. അപ്പോൾ ഈ 2 സീറ്റിൻ്റെയും പ്രഖ്യാപനം വന്നു. ഈ രണ്ടിടത്തും നമ്മൾ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ 22-ാം തീയതി മീറ്റിംഗ് കൂടിയിട്ട് അവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ മുഴുവൻ ആളുകളും വരുന്നുണ്ട്. അവരുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് എടുക്കേണ്ടി വരും. ഈ NDAയുടെ കൂടെ ആയിരുന്നപ്പോൾ സീറ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം ബത്തേരിയിൽ മത്സരിച്ചപ്പം CK ജാനു എന്നുള്ള നിലയ്ക്ക് വലിയ രീതിയിൽ വോട്ട് പിടിക്കാനും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിഗണന ശരിക്കും ഇവിടെ ഇപ്പോൾ ഈ ഒരു മാനന്തവാടി മണ്ഡലത്തിലോ അല്ലെങ്കിൽ ബത്തേരി മണ്ഡലത്തിലോ ഒക്കെ തന്നെ UDF അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവർ. പക്ഷേ ഇപ്പൊ നമ്മളെ പരിഗണിക്കാത്തതിന്റെ ഒരു റീസൺ പോലും അവർ നമ്മളോട് പറയുന്നില്ല. നമ്മളെ ഒന്ന് വിളിക്കുക, സംസാരിക്കുക, ഇപ്പൊ ഇന്ന പോലെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇന്നതാണ് കാരണം നിങ്ങളെ പരിഗണിക്കാത്തത്, അങ്ങനെയൊന്നും പറയുമെങ്കിലും ചെയ്യണ്ടേ അവര്? അതുപോലെ അവർ ചെയ്യുന്നില്ല. അത് ഈ ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരുപാട് തർക്കങ്ങൾ UDF നടക്കുന്നുണ്ട്. അവർക്ക് ചിലർക്ക് വലിയ രീതിയിൽ പരിഗണന കൊടുക്കുന്നു, ചില നേതാക്കൾക്ക് അത്രത്തോളം വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. എന്നാൽ ഈ ഒരു ഫോൺ വിളി പോലും ഇല്ലാതെ അസോസിയേറ്റ് മെമ്പർ എന്ന നിലയ്ക്ക് അൻവറിന് കൂടുതൽ പരിഗണന അവിടെ കിട്ടിയെന്നുള്ളത് വ്യക്തമാണ് ചിത്രങ്ങളിൽ നിന്ന് തന്നെ. ആ ഒരു പരിഗണനയിലേക്ക്, ഒരു ഫോൺ വിളിയിലേക്ക് പോലും എത്തുന്നില്ല എന്നുള്ളത് ശരിക്കും അത് പൂർണ്ണമായും തഴയപ്പെട്ടു എന്നല്ലേ? അതെ, അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ആ രീതിയിൽ. അപ്പോൾ ഇല്ലെങ്കിൽ അവരൊന്ന് വിളിക്കുക, നമ്മളോട് സംസാരിക്കുക, ഇന്നതാണ് പ്രശ്നം, ഇന്ന രീതിയിലാണ് എന്നൊക്കെ പറയാനുള്ള ഒരു സാമാന്യ ജനാധിപത്യ മര്യാദ ഉണ്ടല്ലോ, അതൊന്നും അവർ കാണിച്ചിട്ടില്ല. സ്വതന്ത്രമായി മത്സരിക്കാനാണോ തീരുമാനം? അങ്ങനെ ഒരു തീരുമാനം ഇപ്പം ഞങ്ങൾ എടുത്തിട്ടില്ല. ഏതായാലും 22-ന് ഞങ്ങളുടെ മീറ്റിംഗ് കൂടിയിട്ട് അവിടെ വരുന്ന ആളുകളുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്തായാലും. അപ്പോൾ അങ്ങനെ ഒരു സ്വതന്ത്രമായി മത്സരിക്കാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ ഒരു വോട്ട് പിടിക്കാനുള്ള ആത്മവിശ്വാസമില്ല. അല്ല, ഇപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കോ ഇല്ലേന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല ഞാൻ. ആളുകളുടെ ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് ഒരു നിലപാടായിരിക്കും ഞങ്ങൾ എടുക്കുക. അതുതന്നെയാണ് മുന്നണിയുടെ ഭാഗത്തു നിന്നും ഒന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ പോലും ഒരു സമീപനം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു സീറ്റില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പരിഗണിക്കാം എന്ന് പോലും ഒന്ന് വിളിച്ചു പോലും പറഞ്ഞിട്ടില്ല. സംസ്ഥാനത്ത് മറ്റ് UDF നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ അവർക്ക് വലിയ പ്രാധാന്യം നൽകുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ അസോസിയേറ്റ് മെമ്പറായ PV അൻവറിന് കൂടുതൽ പരിഗണന നൽകുന്ന തരത്തിലേക്കൊക്കെ തന്നെ ചിത്രങ്ങളിൽ തെളിയുമ്പോൾ CK ജാനുവിന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് അത്രത്തോളം വലിയ ഒരു അവഗണന നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.